ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ഹെൽത്തി ഗ്രനോല ബാർ. നമ്മൾ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഈ ബിസ്ക്കറ്റും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതിലും വളരെ ഹെൽത്തിയാണ് നമ്മളൊരു ഗ്രനോല ബാർ കഴിക്കുന്നത്. അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം, എളുപ്പത്തിൽ മേടിക്കാം. ബട്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ അതിലുള്ള കണ്ടൻസ് ഒക്കെ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് വീട്ടിൽ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കണ്ടൻസും നമുക്കറിയാം, ഹെൽത്തിയും ആണ്, ചെയ്യാൻ വലിയ മെനക്കെടും ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് റോൾഡ് ഓട്സ് ആണ്. ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് 1 കപ്പ് വേണ്ടി വരും. പിന്നെ വേണ്ടത് കിനോവ ഫ്ലേക്സ് ആണ്. ഇത് നമുക്ക് 1/2 കപ്പ് വേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ റോൾഡ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ്. ഇത് 1/2 കപ്പ് കിനോവ ഫ്ലേക്സ് ആണ്. പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് 1/4 കപ്പ് വീതം ഇടാം. ഇത് ബദാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് 1/4 കപ്പ്. അതുപോലെ തന്നെ പിസ്താഷ്യോ, ഇത് സൺഫ്ലവർ സീഡ്സ് ആണ്. പംകിൻ സീഡ്സ്, ഡ്രൈഡ് ക്രാൻബെറി, റേസിൻസ്. അതിന് പുറമെ നമുക്ക് തേൻ വേണ്ടി വരും, ബട്ടർ, വെനില എസൻസ്, സിന്നമൺ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ആകെ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ കണ്ടൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ലൈറ്റായിട്ട്. 1 കപ്പ് റോൾഡ് ഓട്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് 1/2 കപ്പ് കിനോവ ഫ്ലേക്സ് ഇട്ടു. നമുക്കൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തു. നല്ലൊരു വാസന വരുന്നുണ്ട്. അത്ര മതി. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് 1/4 കപ്പ് വീതം സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, പിസ്താഷ്യോ, ബദാം, ഇതും കൂടെ നമുക്കൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ ലൈറ്റായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം പാൻ ഓൾറെഡി ചൂടാണ്. അത്ര മതി. ഞാൻ ഇതും കൂടെ നമ്മുടെ മിക്സിംഗ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി നമുക്ക് ബൈൻഡിങ് ഏജൻറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് തേൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ബട്ടറും എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേൻ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മധുരമുള്ള ഗ്രനോല ബാർ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങളിതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം പഞ്ചസാര ഇടാത്ത ഗ്രനോല ബാറാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെണ്ണ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 1 ടീസ്പൂൺ വെനില എസൻസ്. ഇത് നമുക്ക് അവനിൽ വെച്ചിട്ട് ഈ ബട്ടർ ഒന്ന് ലൈറ്റായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ബട്ടർ ഉരുകി വന്നു. തേനൊക്കെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര മതി. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിത് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ചൂടോടുകൂടി തന്നെ. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/4 കപ്പ് ഡ്രൈഡ് ക്രാൻബെറീസ്, റേസിൻസ് ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേൻ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്, കാരണം കുറച്ചുകൂടെ സ്റ്റിക്കിനെസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 1/4 കപ്പ് തേൻ കൂടെ എടുത്തിട്ട് അത് അവനിൽ വെച്ച് മെല്ലെ ചൂടാക്കി, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പം ഇതിന് ഞാൻ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. ബേക്കിംഗ് ട്രേയുടെ താഴെ ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ബേക്കായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാൻ എളുപ്പമായിരിക്കും. ഈ സമയത്ത് ഞാൻ അവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു, ഒരു 170 ഡിഗ്രി സെൽഷ്യസിലേക്ക്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാനപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള കണ്ടൻസ് എല്ലാം ഇതിൽ നിരത്തി
ഇനി നമുക്ക് ഒരു പരന്ന പാത്രം വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം താഴത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ലെവലാവുന്ന രീതിയിൽ. ഇത് ഞാൻ ഒരു 170 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് അവനിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇത് നമ്മൾ ഒരു 15 മിനിറ്റോളം ബേക്ക് ചെയ്യണം. മോളൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ. അപ്പോൾ നമ്മുടെ ഗ്രനോല ബാർ റെഡിയായി. നമുക്കിനി അത് സ്ലൈസ് ചെയ്യാം. ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. നമ്മൾ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിരുന്നതുകൊണ്ട്. ഞാനിതൊരു 2 മണിക്കൂറോളം തണുക്കാൻ വെച്ചു. എന്നിട്ട് ഞാനിത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തത്. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തേൻ മാത്രം ഇട്ട് ചെയ്യുവാണെങ്കിൽ, കാരണം വേറെ ബൈൻഡിങ് ഏജൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിലെ പോലെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ആൻ അവർ ഫ്രീസറിൽ കൂടെ വെച്ചിട്ട് സ്ലൈസ് ചെയ്തത്. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഗ്രനോല ബാർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തേനും ബട്ടറും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ കൂടെ ആഡ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാതെ തന്നെ നല്ല ഷേപ്പിൽ ഗ്രനോല ബാർ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ചെയ്തതാണ് കുറച്ചുകൂടെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള ഗ്രനോല ബാർ. കുട്ടികൾക്കൊക്കെ കൊടുക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.